തമിഴകത്തിന്റെ ഇഷ്ടതാരമായി മാറിയ വിജയിയുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആദ്യം തമിഴ് സിനിമാ രംഗത്തേക്ക് വിജയ് എത്തുമ്പോൾ ആദ്യം ഇളയ ദളപതിയായിരുന്നു, പിന്നീട് അത് ദളപതിയിലേക്ക് മാറുന്നു. ഇപ്പൊ ഒരു രാഷ്ട്രീയക്കാരനായി വീണ്ടും രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. അങ്ങനെ നല്ല സിനിമകളിലൂടെ, അച്ഛന്റെ സിനിമകളിലൂടെ തന്നെ വിജയ് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് കുറെ അധികം നല്ല സിനിമകൾ ചെയ്യുന്നു. വാണിജ്യ മൂല്യമുള്ള ഒരു നായകനായി, ഒരു താരമായി ഉയർന്നു വരുന്നു. ഈ ഒരു സമയത്താണ് ഇപ്പോൾ ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്രയും ചർച്ചകളൊക്കെ സജീവമായിരിക്കുന്നത്. ഇപ്പൊ റിപ്പോർട്ടുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 275 കോടിയാണ് വിജയ്ക്ക് ഈ സിനിമയിൽ നിന്നും പ്രതിഫലമായി കിട്ടുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിൽ 180 കോടി നൽകിയെന്നും ബാക്കി ഡബ്ബിങ്ങിന് ശേഷം എന്നുമാണ്. അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഇത്രയും വലിയൊരു എമൗണ്ട് വിജയ് പ്രതിഫലമായി വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ വിജയ് എന്ന ഒരു നടന്റെ താരമൂല്യം എത്രത്തോളമാണെന്ന് നമ്മൾ അമ്പരിപ്പിക്കുകയാണ്. മറ്റ് നടന്മാരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആർക്കും അടുത്തെത്താൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു താരമൂല്യം വിജയ്ക്കുണ്ട്. മാത്രമല്ല ഈ സിനിമയെ കൂടുതലായും അവർ മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വിജയുടെ ഇനി ഒരു സിനിമ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കിവിടെ ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇനി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്, സജീവ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പം അത്തരത്തിലൊരു സന്ദർഭത്തിൽ വിജയുടെ ഏറ്റവും അവസാന ചിത്രമാണോ ഇത് എന്നുള്ളൊരു സംശയവും എല്ലാം ഇവിടെ നിന്നുകൊണ്ടാണ് ജനനായകൻ എത്തുന്നത്. 2024 ആണ് ഈ സിനിമയുടെ വിജയ് 69 എന്നുള്ള രീതിയിൽ ഈ സിനിമയുടെ റിപ്പോർട്ടുകളെല്ലാം വന്നു തുടങ്ങുന്നത്. അപ്പം ജനനായകൻ എന്ന പേര് ഈ വർഷം ആദ്യമാണ് പ്രഖ്യാപിച്ചത്. ഇനിയിപ്പം എന്നാണ് ജനനായകൻ തിയേറ്ററിലേക്ക് എത്തുന്നത്? ഇപ്പം നോക്കുകയാണെങ്കിൽ ജനനായകന്റെ ഒരു പാട്ട് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 12 ദിവസത്തിനുള്ളിൽ 55 മില്യൺ ആണ് ആ പാട്ട് കേട്ട്, 55 മില്യൺ ആളുകളാണ് ആ പാട്ട് കേട്ടത്. അപ്പൊ ഇവിടെ വിജയെ അവസാനമായി ഒരിക്കൽ കൂടി തിയേറ്ററിൽ കാണണം എന്നുള്ളൊരു എന്താ പറയുക ആവേശം ആരാധകരിൽ ഇവിടെ ഉണ്ട്. അപ്പം അത് തന്നെ കൂടുതൽ മാർക്കറ്റ് ചെയ്യാനാണ് ജനനായകൻ ടീം ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ 275 കോടി എന്ന വിജയുടെ പ്രതിഫലവും ഒരേപോലെ തന്നെ ചർച്ചയാവാണ്. അല്ലു അർജുന്റെ 300 കോടിയോളം രൂപയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. അല്ലു അർജുനാണ് ഇതിൽ കൂടുതൽ. പുഷ്പ എന്ന സിനിമയിൽ മേടിച്ചേക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. മനുഷ്യ പറഞ്ഞ പോലെ തന്നെ വിജയ് അടുത്ത കാലത്ത് ചെയ്ത സിനിമകളെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ പ്രവേശനം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സിനിമകൾ തന്നെയായിരുന്നു. അതായത് ഒരു നായകൻ വരുന്നു, പ്രശ്നത്തിലാവുന്ന ജനങ്ങളെ രക്ഷിക്കുന്നു. ഒരേ പാറ്റേൺ ആണ്. എന്താ പറയാ, വിജയ ആരാധകരൊക്കെ നമ്മളോട് ക്ഷമിക്കേണ്ടി വരും. കാരണം ഒരേ പാറ്റേൺ, അത്രയും വിമർശനങ്ങൾ ആ സിനിമ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്കൊരു വിയോജിപ്പുള്ളത്, വിജയുടെ അവസാന സിനിമയാണ് ജനനായകൻ എന്ന് പറയുമ്പോഴും അത് അവസാന സിനിമയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ എപ്പോഴും മനസ്സിൽ ചോദിക്കാറുണ്ട്. കാരണം ഇതിന്റെ ഒരു തുടക്കം തന്നെയാണ്. ഈ രാഷ്ട്രീയ രൂപീകരണം, പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് അച്ഛനാണ് പാർട്ടി രൂപീകരിക്കുന്നത്. ഒരു അച്ഛനും മകനും തമ്മിൽ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ന്യൂസ് ആയിരുന്നു. ഇവർ രണ്ടുപേരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നു. അപ്പൊ വിജയ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ല, സിനിമയാണ് എന്റെ മേഖല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അച്ഛന്റെ മറുപടി ഉണ്ട്, വിജയിനോട് ചോദിച്ചിട്ടല്ല ഞാൻ ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചത്, അതിപ്പോൾ നല്ലൊരു സംഘടനയായി മുന്നോട്ട് പോകുന്നു. കാരണം വിജയിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ഇതിന്റെ ഒപ്പം പറയേണ്ടത് വെച്ചാൽ ഈ ഫാൻസ് അസോസിയേഷനിലൂടെ കുറേയധികം നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ, കുട്ടികളെ ആദരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, പ്രളയം, കോവിഡ്, ഈ സമയത്തൊക്കെ ആവശ്യക്കാർക്ക് ആവശ്യമായ വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നതിൽ ആ താരസംഘടന മികച്ച രീതിയിൽ മുന്നിട്ട് നിന്നിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ വാർത്തയിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമ്പോൾ വിജയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ പാർട്ടി വിജയ്ക്ക് തന്നെ ഗുണം ചെയ്യും എന്നായിരുന്നു അച്ഛന്റെ പ്രസ്താവന. അതിനുശേഷം വിജയ് ഒരു പ്രചരണത്തിന് ഇറങ്ങാതെ തന്നെ അവിടുത്തെ ഒരു ലോക്കൽ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ ഈ പാർട്ടി നേടുന്നുണ്ട്. അതിനുശേഷമാണ് വിജയ് ഇതിന്റെ ഒരു തലപ്പത്തേക്ക് വരുന്നതും അതിനുവേണ്ടി പാട്ടുകൾ കൊണ്ടുവരുന്നതും ഭയങ്കരമായിട്ടുള്ള പ്രചരണങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ വിജയ് ഒരു മികച്ച രീതിയിൽ, അതായത് അംബേദ്കറിനെ കൂടുതൽ വായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയ് നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ കുട്ടികളെയും അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിലെ ആളുകളെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പം അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളോ മാറ്റുന്ന ഒരു വിജയിനെ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അവസാന സിനിമയാണോ ചോദിച്ചാൽ ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറയും. പക്ഷെ ഇത്രയും പ്രതിഫലം, അതായത് 275 കോടി, ആ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ സിനിമയിലൂടെ മാത്രമാണ് സിനിമ മാത്രമാണ് വിജയുടെ ഒരു ഏക വരുമാന മാർഗം എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് കൂടുതലും ഉള്ള വരുമാനം അദ്ദേഹം നേടുന്നത്. അതിൽ ബ്രാൻഡിങ്ങിലൂടെയൊക്കെ കുറച്ചധികം പൈസ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അപ്പം ഇനിയൊരു അവസാന സിനിമ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത്രയും അധികം തുക മേടിക്കുന്നു,
അല്ലെ ഒരു ബ്രേക്ക് എടുക്കുന്നു എന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ ഈ സിനിമ മാർക്കറ്റ് ചെയ്യുന്നത് വിജയുടെ അവസാന സിനിമ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് മുന്നോടിയായിട്ട് വിജയ് ചെയ്യുന്ന അവസാന സിനിമ എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പം ഈ ജനനായകൻ എന്ന സിനിമയുടെ പാട്ട് കേട്ടിട്ട് തന്നെ ആളുകൾ ഓൾറെഡി ഓണാണ്, എന്തായാലും തിയേറ്ററിൽ അല്ലെങ്കിൽ വിജയുടെ ഒരു സിനിമ വരാൻ പോകുന്നു എന്നുള്ള ആ ഒരു ആവേശം ആളുകളിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എഡിറ്റർ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ഒരു വിജയിസം നിറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണെന്ന്. അപ്പോൾ ഒരു വിജയ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിജയിസം കിട്ടുക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പം നമുക്കറിയാം, ഇപ്പം കേരളത്തിൽ അത്ര വലിയ ഹിറ്റായി മാറാത്ത ഒരുപാട് വിജയ് ചിത്രങ്ങളുണ്ട്. അതിപ്പം വാരിസ് ആണെങ്കിലും അതേപോലെ തന്നെ ഗോട്ടാണെങ്കിലും ഇതൊന്നും കേരളത്തിൽ അത്ര വലിയ വിജയമായില്ല, വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ ഇത് അങ്ങനെയല്ലായിരുന്നു. വിജയ് ഒരു മാസ് കാണിച്ചാൽ അല്ലെങ്കിൽ വിജയുടെ മൂവിയാണ് എങ്കിൽ അത് അവിടെ ആരാധകർ അത്രയും നന്നായി ഏറ്റെടുക്കും എന്നുള്ളതാണ്, അതൊരു ആഘോഷമായി തന്നെ കൊണ്ടിറക്കും എന്നുള്ളതാണ്. അപ്പം ഇതുപോലൊരു എന്താ പറയുക, ഇത് അവസാന ചിത്രമാണോ അല്ലയോ എന്നൊക്കെയുള്ളൊരു സംശയത്തിൽ ആ പാട്ടിന്റെ വരികളിൽ പോലും അങ്ങനെ ഉണ്ട്, അങ്ങനൊരു മെൻഷൻ ചെയ്തിട്ടാണ് ആ പാട്ടിലെ വരികൾ പോലും ഉള്ളത്. അപ്പം എന്തായാലും വിജയ് ആരാധകർ ആ സിനിമ കാണാൻ അവിടെ എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പം അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല നമുക്കിതിൽ കുറച്ചും കൂടി മമിത ബൈജു ഒക്കെ ഉള്ള ഒരു ചിത്രമായതുകൊണ്ട് അത് മലയാളികൾക്കും ഏറെക്കുറെ ഇഷ്ടമായിരിക്കും. കാരണം മലയാളത്തിൽ നിന്നൊരു പെൺകുട്ടി വിജയുടെ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതൊക്കെ വരുമ്പോൾ അത് മലയാളികൾ കാണാനും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സിനിമയായി മാറും. മലയാളികൾ അല്ലെങ്കിലും വിജയെ എന്താ പറയുക, സ്വന്തം നായകനെ പോലെ തന്നെയാണ് മലയാളികൾ കാണുന്നത്. അപ്പം എന്തുകൊണ്ടും കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ തന്നെ ഈ ഒരു ജനനായകൻ സിനിമയ്ക്കായി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. മലയാളികൾക്ക് വിജയിനോട് പ്രത്യേക താല്പര്യവുമുണ്ട്. അതായത് ഫ്രണ്ട്സ്, അനിയത്തിപ്രാവ് തുടങ്ങിയ സിനിമകളുടെ ഒക്കെ റീമേക്ക് അഭിനയിച്ചിട്ടുള്ളത് വിജയ് തന്നെയാണ്. അപ്പം ഇത്തരം സിനിമകൾ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ തന്നെ മലയാളി ആരാധകർ അദ്ദേഹത്തെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ മാത്യു വിജയിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസ് പറഞ്ഞതും ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ടുണ്ട്, അദ്ദേഹം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം മമിത വരുമ്പോൾ പ്രത്യേകിച്ച് മമിത ഇപ്പോൾ തമിഴ്നാടിന്റെ ഒരു എന്താ പറയുക ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കുറെ അധികം നല്ല ഹിറ്റുകൾ, പ്രേമലു വരുന്നു, ഡൂഡു വരുന്നു. ഈ സമയത്ത് തമിഴില് ആളുകൾക്ക്, തമിഴ് ആരാധകര് മമിതനെ അത്ര കാര്യമായി പരിഗണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വിജയ്ക്ക് ഇവിടെ ഒരു ഫാൻസ് ബേസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരേ പാറ്റേണിലുള്ള സിനിമകൾ വിജയ് ചെയ്യുമ്പോൾ അത്രയും ക്രിറ്റിസിസവും ഇവിടുന്ന് ഉയർന്നു വരുന്നത്. ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒരേ ടൈപ്പ് സിനിമകൾ ഇങ്ങനെ എടുത്തു വെക്കുന്നതല്ല നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉയർന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത്രയും വിമർശനങ്ങൾ വരുന്നത്. ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 5 പാട്ടോ 2 ഫൈറ്റോ അല്ലെങ്കിൽ 6 ഫൈറ്റോ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് മലയാളി ആരാധകർ ഇത്രയധികം ക്രിട്ടിസൈസ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം അത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. ഇപ്പം മലയാളി ആരാധകർ ഇങ്ങനെ ഒരേ പാറ്റേണിലുള്ള സിനിമകൾ കാണുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലിയോ എന്ന സിനിമ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ് ഓഡിയൻസിനേക്കാളും കൂടുതൽ ആ സിനിമ ഇഷ്ടപ്പെട്ടത് മലയാളി ഓഡിയൻസ് ആണ്. കാരണം അതിൽ നമ്മൾ ആഗ്രഹിച്ചൊരു വിജയെ നമുക്ക് കാണാൻ പറ്റി. കുറച്ചും കൂടി ഇമോഷണൽ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിജയെ നമുക്ക് കാണാൻ പറ്റി. അപ്പം അതിലൊരു കഥയും ആ ഒരു കഥയോട് ആ കഥയെ അതേപോലെ തന്നെ ആളുകൾ അത്രയും സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പം ജനനായകൻ എന്ന സിനിമ വരുമ്പോഴും ഇപ്പൊ മലയാളി ഓഡിയൻസിനെ സംബന്ധിച്ചുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒരു മികച്ച സിനിമയാകണം, അല്ലെങ്കിൽ വിജയിസം നിറഞ്ഞ വളരെ മനോഹരമായ ഒരു സിനിമയാകണം ജനനായകൻ എന്ന ആഗ്രഹം ഓരോ വിജയ് ഫാൻസിനും ഉണ്ട്. കേരളത്തിലെ ഓരോ വിജയ് ഫാൻസിനും അതങ്ങനെ തന്നെയാണ്. ഒരുപാട് മാസ് കാണിക്കുന്ന വിജയ് അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവിടെ ഒരു കഥ അല്ലെങ്കിൽ ഇമോഷണൽ രംഗങ്ങൾ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്ന വിജയെ ഒരിക്കൽ കൂടി കാണണം എന്ന് മലയാളി ഓഡിയൻസ് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.